ഹലോ, മിസ്റ്റർ രവിചന്ദ്രനല്ലേ? അതെ, രവിയാണ്. ഞാനേ പഞ്ചായത്ത് ഓഫീസിൽ നിന്നാ. എന്താ സാർ? നിങ്ങളൊരു ബർത്ത് സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തിരുന്നില്ലേ? അതെ, കൊടുത്തിരുന്നു. നിങ്ങളുടെ വൈഫിന്റെ പേരെന്തായിരുന്നു? സബിത രവി. സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഓഫീസ് വരെ ഒന്ന് വരണം. അയ്യോ, ഇന്ന് കുറച്ച് ബിസിയാണല്ലോ സാർ. അത്യാവശ്യമായിട്ടൊന്ന് ഓഫീസിൽ പോകണം. കുറച്ച് ദൂരെയാ, ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ നാളെ വന്ന് കളക്ട് ചെയ്തോളാം സാർ. അതുപോരാ, ഇന്ന് തന്നെ വരണം. വെയിറ്റ് ചെയ്യിക്കാൻ പറ്റില്ല. മാത്രമല്ല, ചില പേപ്പേഴ്സ് സൈൻ ചെയ്യാനും ഉണ്ട്. ഞാനൊരു 4 മണിക്ക് അടുപ്പിച്ച് വന്നാൽ മതിയാവും. അതുപോരാ, പെട്ടെന്ന് വരണം. എനിക്ക് ഓഫീസിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് പോരാ, നിങ്ങൾ ആദ്യം ഇവിടെ വന്നിട്ട് പോയാ മതി. ശരി സാർ, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. പിന്നെ വരുമ്പോഴേ ഹോസ്പിറ്റലിലെ ഡിസ്ചാർജ് ഡീറ്റെയിൽസ് കൊണ്ടുവരണം. ഓക്കെ സാർ. പിന്നെ 10:30 ഇവിടെ എത്തണം. ഷാർപ്പ് 10:30. ഓക്കെ? ഓക്കെ സാർ. ആരെ രവി വിളിച്ചത്? പഞ്ചായത്ത് ഓഫീസിൽ നിന്നാ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ചെല്ലാൻ. അത് നമുക്കെന്തിനാ ഇനി? ചത്ത കൊച്ചിന്റെ ജാതകം വാങ്ങുന്ന പോലെയല്ലേ അത്? നല്ലത് വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? അപേക്ഷ കൊടുത്തതല്ലേ. കുഞ്ഞില്ലാത്ത നമുക്കെന്തിനാ ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ? അതൊന്നും അവർക്കറിയില്ലല്ലോ. നമ്മൾ അപേക്ഷ കൊടുത്തു, അത് റെഡിയായി, ചെന്ന് വാങ്ങിക്കണം. അത് വാങ്ങിച്ച് ഇവിടെ എങ്ങനെ വയ്ക്കുക, അത്ര തന്നെ. താൻ പെട്ടെന്ന് റെഡിയായി പോകുന്ന വഴി അത് മേടിച്ചോണ്ട് അങ്ങ് പോവാം. ശരി രവി. ഹലോ. ഇല്ല, ലീവൊന്നുമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതാ ഞങ്ങൾ ഇറങ്ങി. ശരി. അച്ഛാ, ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എടുത്ത് കഴിച്ചോളണേ. സൗദ തന്നോളൂ, അവക്കേ സ്നേഹമുള്ളൂ. അച്ഛാ, അമ്മ ഇവിടെ ഇല്ല. അമ്മ വീട് വരെ പോയിരിക്കുക. എന്റെ രണ്ടാമത്തെ മരുമോൾ ഇവിടെ ഉണ്ടല്ലോ, അവള് മതി. അവള് പിന്നെ പച്ച വെള്ളം തരത്തില്ല. അച്ഛാ, ഞാൻ എല്ലാം മേശയിലെടുത്ത് മൂടി വെച്ചിട്ടുണ്ട്. അച്ഛൻ സമയത്തിന് കഴിക്കണേ. ഞാൻ നേരത്തെ വരാം കേട്ടോ, മറക്കല്ലേ. മോളെ സബിതേ, എന്താ അച്ഛാ? മോൾ ഇങ്ങോട്ടൊന്ന് വന്നേ. ബാ മോളെ. എന്താ അച്ഛാ? ശ്രുതി മോളും കുഞ്ഞും എപ്പോഴാ വരുന്നത്? ആ വിൽപ്പത്രം ഒന്ന് കൊടുത്തു വിടാനാ. സബി, വാ, സമയം പോണു. പോണ്ടേ? ചെല്ല് ചെല്ല്, അധികാരി വിളിക്കുന്നു. ശ്രുതിമോളും കുഞ്ഞും എപ്പോഴാ വരുന്നത്? അവര് പോകുന്നു, വരുന്നു. ശ്രുതിമോൾ ഇങ്ങോട്ടൊന്ന് വന്നോട്ട്. ആ വിൽപ്പത്രം കൊടുത്തയക്കണം. ഞാൻ വണ്ടി ഇരുന്നാ മതിയോ രവി? താനിതുവരെ പഞ്ചായത്ത് ഓഫീസിന്റെ അകമൊന്നും കണ്ടിട്ടില്ലല്ലോ. വാ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്ക് നമ്മുടെ ഗോപി സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ? എന്ത് കാര്യത്തിനാ സാർ? ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിനായിരുന്നു. ആപ്ലിക്കേഷൻ അവിടെ കൊടുത്താൽ മതി. ആപ്ലിക്കേഷൻ നേരത്തെ കൊടുത്തു, സാർ വരാൻ പറഞ്ഞിട്ടാ. എന്നാ അങ്ങോട്ട് ചെന്നാ മതി. ഓക്കെ, താങ്ക് യു വെരി ഓക്കെ. മച്ച്. വാ. താൻ ഇവിടെ ഇരിക്കേ, ഞാൻ പോയിട്ട് വരാം. വേഗം വരണേ രവി. വേഗം വരും. മോർണിംഗ് സാർ, രവി. വരൂ.
ഇരിക്കൂ. താങ്ക് യു സർ. നിങ്ങളല്ലേ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നത്? അതെ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് റെഡിയാ? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാനൊരു പബ്ലിഷറാണ് സർ. ഡീറ്റെയിൽസ് ഒക്കെ ആപ്ലിക്കേഷനിലുണ്ടല്ലോ. അതൊക്കെ എനിക്ക് വായിക്കാൻ അറിയാം. ഈ സബിത രവി വൈഫാണ്. കൂടെ വന്നിട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങൾ കോളേജിലോട്ട് പോകുന്ന വഴി ഇറങ്ങിയതാ. വെളിയിലിരിപ്പുണ്ട്. ഓ, പുള്ളിക്കാരി കോളേജ് അധ്യാപികയാണ് അല്ലേ? അതെ സർ. ഒന്ന് വിളിച്ചേ. എന്തിനാ സർ? എന്തിനാണെന്ന് അറിഞ്ഞാലേ വിളിക്കത്തുള്ളോ. ഒന്ന് വിളിക്കണം. വിളിക്കാം സർ. താനൊന്ന് വന്നേ. എന്നെ എന്തിനാ കാണുന്നേ? വാ, അയാൾക്കൊന്ന് കാണണമെന്ന്. കണ്ടിട്ട് പെട്ടെന്ന് പോവാം നമുക്ക്. വാ. അയ്യോ, ഞാൻ എങ്ങനെയാ രവി? ഇനിയിപ്പോ എപ്പോഴാ കേറുക കോളേജിലേക്ക്? അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാൾ മനസ്സിലാ. താൻ വന്നേ, പെട്ടെന്ന് പോവാം. ആ ആ ഞാൻ അവരെ ഇപ്പൊ വിളിപ്പിച്ചിട്ടുണ്ടേ. സാറവിടെ വെയിറ്റ് ചെയ്താൽ മതി. സമയമാവുമ്പോ എൻ്റർ ചെയ്താൽ മതി. അത് മതി, അത് മതി. അതുവരെ അവിടെ ഇരുന്നോ സാർ? ഓ, ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം. സാർ, വൈഫാണ്. സബിത രവി? അതെ. വരൂ. ഇരിക്കെ. സബിത രവി അല്ലേ? അതെ സർ. നിങ്ങൾ ഗവൺമെന്റ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അതെ. മെറ്റേണിറ്റി ലീവിലാണോ ഇപ്പോ? അതെ സർ. പിന്നെന്തിനാ കോളേജിൽ പോകുന്നത്? 6 മാസം ലീവില്ലേ? അത് സാലറിയുടെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്യാൻ പോവാ. നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണല്ലോ പ്രസവിച്ചത്. മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിന് കൊടുത്തിട്ടുണ്ടോ? അത് ഇല്ല സാർ, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് കൊടുത്തില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ളതിനാരും മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് കൊടുക്കാറില്ലല്ലോ. അത് ശരിയാ. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? എത്ര വർഷമായി? അത് 10-12 വർഷമായി. 10-12 വർഷമോ? വ്യക്തമായിട്ട് അറിയില്ല. 12 വർഷമായി സാർ. എന്നിട്ട് ഇപ്പോഴാണോ കുഞ്ഞുണ്ടായത്? ഇത് എത്രാമത്തെ കുട്ടിയാ? ആദ്യത്തെ. സാറെന്താ പോലീസുകാർ ചോദിക്കുന്ന പോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നേ? കാര്യങ്ങൾ അറിയണമല്ലോ. എന്ത് കാര്യങ്ങളാണ് സാറിന് അറിയണ്ടേ? ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തു. സാറ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് വാങ്ങിക്കാനായിട്ട് വന്നു. അതിന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും. ഒരാള് സാഹിത്യകാരൻ, ഒരാൾ അധ്യാപിക, രണ്ടുപേരും നല്ല നിലയിലുള്ളവര്. ഇപ്പൊ പത്രങ്ങളിലും നവമാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നത് ശ്രദ്ധിക്കാറില്ലേ? കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകൽ, അങ്ങനെയുള്ള ചില വാർത്തകൾ. അതെല്ലാം നിരന്തരം നടക്കുന്ന കാര്യങ്ങളല്ലേ സാർ? ഞങ്ങളതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അത് ശരിയാ. ന്യൂസ് ചാനലുകാരുടെ മത്സര പരീക്ഷ നടക്കുകയാണല്ലോ ജയിക്കാനായിട്ട്. ഇല്ലാത്തതും ഉള്ളതും ഒക്കെ എഴുതി പിടിപ്പിക്കും അല്ലേ സാറേ? പക്ഷേ ഞങ്ങൾക്ക് ഇതൊക്കെ ശ്രദ്ധിച്ചല്ലേ പറ്റൂ. നിങ്ങളുടെ അപേക്ഷയിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്.
സബിത രവിയുടെ ശരിക്കുള്ള വയസ്സെത്രയാ? വയസ്സ് എന്താ വയസ്സറിയത്തില്ലേ? 36. അപ്പൊ പിന്നെ ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ എങ്ങനെയാ അത് 24 ആയത്? അത് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എഴുതിയപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതായിരിക്കും സാർ. ആയിരിക്കാം. അങ്ങനെയെങ്കിൽ പിന്നെ നിങ്ങളുടെ അഡ്രസ്സും അങ്ങനെ തെറ്റിയതായിരിക്കും അല്ലേ? ഞാൻ അങ്ങനെ ഓരോന്ന് പരിശോധിച്ചപ്പോഴാ ഇതിലെന്തോ തട്ടിപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാ വിളിപ്പിച്ചത്. കേരളത്തില് കുഞ്ഞുങ്ങളെ വിൽക്കുന്ന ഒരു പുതിയ റാക്കറ്റ് ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് ഇപ്പം നടക്കുന്നുണ്ട്. വിജിലൻസിന്റെ നിർദ്ദേശാനുസരണം എല്ലാ അപേക്ഷകളിലും വ്യക്തമായ അന്വേഷണം നടത്തി സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന മുകളിൽ നിന്നുള്ള ഉത്തരവ്. അത് ഞങ്ങൾക്ക് അനുസരിച്ചേ പറ്റൂ. നിങ്ങൾ പ്രസവിച്ച കുട്ടി എവിടെ? അത് വീട്ടില് അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാ വന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്, നിങ്ങളിൽ ഒരാൾ പോയി കുട്ടി എടുത്തോണ്ട് വാ. ഒരാൾ ഇവിടെ ഇരിക്കട്ടെ, അടുത്തല്ലേ? കോളേജിലൊക്കെ ഇനി നാളെ പോവാം. അത് കുഞ്ഞിനെ ഞങ്ങൾ നാളെ കൊണ്ടുവന്നാൽ പോരെ സാർ? അതൊന്നും പറ്റില്ല. ഇപ്പൊ തന്നെ വേണം. ഹലോ, ഗോപി സാറേ. ആ സർ. അവരെത്തിയല്ലേ? ഉണ്ട് സർ. ഞാൻ താഴെയുണ്ട്. കേറി വന്നാ മതി സർ. ഓക്കെ, വരാം. വിജിലൻസിന് ചില സംശയങ്ങൾ തുടങ്ങി. ഒറ്റ കോൾ മതി. സ്പെഷ്യൽ സെൽ ഇപ്പൊ ഇവിടെ വരും. പത്രങ്ങളും നവമാധ്യമങ്ങളും വരും. ഞാനേ അത്രയ്ക്ക് നേരായ വഴി പോകുന്ന ഉദ്യോഗസ്ഥനാ, അറിയാവോ? ഇനി പറ, നിങ്ങൾ എപ്പോഴാ പ്രസവിച്ചത്? പറയാൻ. അത് പറയൂ. അത് എന്താ ഒരു ബുദ്ധിമുട്ട് പറയാൻ? പ്രസവിച്ചോ ഇല്ലയോ, എവിടെ, എപ്പോ, ഇതൊക്കെ പറയണം. എല്ലാ റെക്കോർഡ്സും വേണം, ട്രീറ്റ്മെന്റ് ഉൾപ്പെടെ. പറയണം. അത് സാർ, നിങ്ങൾ സംസാരിക്കാതെ അവര് പറയട്ടെ. പറയൂ. അത് അത് ഞാൻ പ്രസവിച്ചിട്ടില്ല. കൊള്ളാം കൊള്ളാം, നന്നായിരിക്കുന്നു. ഇങ്ങനെ തന്നെ വേണം. മാതൃക അധ്യാപിക, ഗവൺമെന്റ് ജോലി, സാഹിത്യകാരൻ. കൊള്ളാം, നന്നായിരിക്കുന്നു. സാർ, ഞങ്ങൾക്ക് സാറിനോട് അല്പം പേഴ്സണലായിട്ട് സംസാരിക്കണമായിരുന്നു. പുറത്തോട്ട് എവിടെയെങ്കിലും സ്വാധീനിക്കാനാണല്ലേ? ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും, ഈ നിമിഷം. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? പറ്റിക്കാന്ന് വിചാരിച്ചോ? എന്താ വിചാരിച്ചേ? സാർ, അത് നിങ്ങൾ കൂടുതൽ ഇനിയൊന്നും പറയണ്ട.
call you. Yeah. The consignment was supposed to be in Singapore. ചിന്തിച്ചില്ലല്ലോ. Yes. മനഃപൂർവ്വമല്ലല്ലോ. ആ. നമ്മള് ശരിക്കും പെട്ടുപോയി സതി. രവിട്ടാ 1 minute, I'll call back. എന്താ രവിട്ടാ രാവിലെ? സിറിലെ രവിട്ടാ ടീച്ചർ ഉണ്ടല്ലോ, എന്താ ഇവിടെ? ഒരു ബിൽഡിങ്ങിന്റെ പേപ്പർ ടാക്സ് അടയ്ക്കാനാ. എന്നിട്ട് അടച്ചോ? ഇല്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക അവര്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞോ? ആ. നമ്മുടെ ആളുണ്ട് ഇവിടെ. ആ പേപ്പറിങ് വന്നേ, ഞാൻ ഇല്ല, സംസാരിക്കാം. വേണ്ട, അവരിപ്പോ വിളിക്കും. ആണോ? ഞാനേ പ്രസിഡന്റിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നയാ. ആയിക്കോട്ടെ, നമ്മുടെ ഒരു ആയിക്കോട്ടെ. വേണ്ടപ്പെട്ട ആളാ. ആയിക്കോട്ടെ. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണ്ട സിറിൽ, വേണ്ടല്ലോ. വേണ്ട. ഓക്കെ എന്നാ ബൈ. സബി, നീ ഇരിക്കെ. ആ സതീഷേ, ഞാൻ ഒരല്പം ലേറ്റ് ആവും. ഇല്ല, ഫ്രീ ആവുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഹലോ, ഞാൻ പഞ്ചായത്ത് ഓഫീസിലാണ് സർ. ആ രവി എന്നെ ഡ്രോപ്പ് ചെയ്യുന്ന പറഞ്ഞത്. ആ ഇല്ല സർ, വൈകില്ല, വേഗം വരാം. ആ ഓക്കെ. സാറിനെ വിളിക്കുന്നു. വരാം. സബി, സാർ വിളിക്കുന്നുണ്ട്, വാ. നിങ്ങൾ പ്രസവിച്ചു എന്ന് പറഞ്ഞ അയ്യന്തോൾ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ഞാനിപ്പോ വിളിച്ചു. റിക്കോർഡിക്കലി നിങ്ങളാണ് പ്രസവിച്ചിരിക്കുന്നത്. അപ്പോ ആരെയൊക്കെയാണ് നിങ്ങൾ സ്വാധീനിച്ചിരിക്കുന്നത്? കുഞ്ഞിനെ തരാന്ന് പറഞ്ഞ ഡോണറെ, ഡോക്ടറെ, ഹോസ്പിറ്റലിനെ, സർക്കാരിനെ, മൊത്തത്തില്. ഞാനിത് ടേക്കപ്പ് ചെയ്യുക വിജിലൻസ് എൻക്വയറിക്ക്, മനസ്സിലായോ? Yeah.